നമസ്കാരം. കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ചേരിതിരിഞ്ഞ് തമ്മി നടക്കുന്ന കലാപത്തിന് ഒരു അറുതി വരുമെന്ന് തോന്നുന്നില്ല. ചേരിതിരിഞ്ഞുള്ള അടിക്ക് പ്രധാന കാരണം BJPക്ക് UDF വോട്ട് മറിച്ചു വിറ്റു എന്ന ആരോപണത്തെ ചൊല്ലിയാണ്. ഇതിൽ എത്രത്തോളം വസ്തുത ഉണ്ടെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യവുമാണ്. DCC ഓഫീസിലെ കൂട്ടത്തല്ലും വീട് കയറി ആക്രമണത്തിനും ശേഷം ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിത്തീർക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കോൺഗ്രസ് ഗ്രൂപ്പുകാർ. ജനങ്ങളുടെ പ്രതിനിധികളായ സുധാകരനും സതീശനും ഇതൊന്നും കേൾക്കുന്നില്ലേ? തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുതൽ താൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ മതിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടേക്ക് മടങ്ങിയ കെ മുരളീധരൻ ഉടനടി തൃശ്ശൂരിലെത്താനാണ് ഇനി സാധ്യത. പ്രവർത്തനം മതിയാക്കിയെന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് പോയ കെ മുരളീധരൻ ഉടൻ തൃശ്ശൂരിലെത്തുകയാണല്ലോ. നിലവിലത്തെ സാഹചര്യം നോക്കുമ്പോൾ മുരളീധരന്റെ ആഗമനത്തോടെ ഇടഞ്ഞു നിൽക്കുന്ന അണികൾ എന്ത് ചെയ്യുമെന്ന ഭീതിയിലാണ് കോൺഗ്രസിലെ മറ്റൊരു വിഭാഗം. കഴിഞ്ഞ ദിവസമായിരുന്നു കുരിയച്ചിറയിലെ DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ വീട് ആക്രമിച്ചത്. ഈ സംഭവത്തിൽ ഇതുവരെ പോലീസിൽ ആരും ഒരു പരാതി പോലും നൽകിയിട്ടില്ല. അമ്മയും സഹോദരിയും വീട്ടിലുള്ള സമയത്തായിരുന്നു രാത്രിയിലെ ആക്രമണം. 2 കാറുകളിലായി എത്തിയവരാണ് ആക്രമണം അഴിച്ചുവിട്ടത്. ജനൽ ചില്ലുകളും പൂച്ചട്ടികളും തകർത്ത് രാത്രിയിൽ വലിയ രീതിയിലുള്ള ഭയാനകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടും പോലീസിന് പരാതി നൽകാതിരുന്നത് കെ മുരളീധരനുമായി ചർച്ച ചെയ്ത് കൂടി ആലോചിച്ചത് കൊണ്ടാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. രാജിവെച്ച DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ സജീവൻ KPCക്ക് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അറിയേണ്ടത് നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. DCC ഓഫീസ് ആക്രമണത്തിൽ തങ്ങൾക്കെതിരെ മാത്രം നടപടിയെടുത്തതിൽ ഇടഞ്ഞു നിൽക്കുകയാണ് കെ മുരളീധരൻ പക്ഷക്കാർ. വീട് അതിക്രമിച്ചവർക്കെതിരെ ഉൾപ്പെടെയുള്ളവർക്ക് കനത്ത നടപടി പോലും ഉണ്ടായില്ലെന്നുള്ള ആക്ഷേപവും പൊന്തി വരുന്നുണ്ട്. DCC പ്രസിഡന്റിന്റെ ജോലിയുള്ള KK ശ്രീകണ്ഠനും KPCCയുടെ 3-അംഗ അന്വേഷണ സംഘത്തിനും ഒതുക്കി തീർക്കാൻ പറ്റുന്നതല്ല ഈ കലാപം. ഇതിന്റെ ഇടയ്ക്കാണ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിൽ തനിക്കും MP വിൻസെന്റിനും അനിൽ അക്കരയ്ക്കുമെതിരെ അപവാദ പ്രചാരണം നടത്തുകയാണെന്ന് ആരോപിച്ച് ജോസ് വള്ളൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആകെ മൊത്തം ചളിഞ്ഞു പൊളിഞ്ഞ അവസ്ഥയാണ് വിജയത്തിനിടയിലും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.